ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധവാരം ചൊവ്വാഴ്ച ദിവസമായിരുന്നു. നോമ്പുകാലം 36-ാം ദിവസം. നമ്മൾ ഇന്നലെ ചിന്തിച്ചു യേശുവിനെ ഒറ്റിക്കൊടുത്തതിനെ കുറിച്ച്, യേശുവിനെ തള്ളിപ്പറഞ്ഞതിനെ കുറിച്ച്, യേശുവിനെ ഉപേക്ഷിച്ചതിനെ കുറിച്ച്, ഈ 3 മാനസികതകളെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ ആ ഒരു മാനസികാവസ്ഥ. തന്നെ കൂടെ നിർത്തി തന്നോടൊപ്പമായിരുന്ന ഗുരു, ആ ഗുരുനാഥനെ തുച്ഛമായ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ്. ആ ഒറ്റിക്കൊടുക്കലിന് ശേഷം അവൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ഒറ്റിയതിനെ കുറിച്ച് അവൻ ശരിക്കും മാനസിക അസ്വസ്ഥത ഒരുപാട് നേരിടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അവൻ്റെ ആ വേദന, അവൻ്റെ ആ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്നാണ് അവൻ അവസാനം ആ പുരോഹിതന്മാരുടെ അടുക്കൽ തിരികെ ആ വെള്ളിക്കാശ് കൊണ്ട് പോയിട്ട് ആ ഗുരുവിനെ വിട്ടുകിട്ടാനായിട്ട് അവൻ പരിശ്രമിക്കുന്നുണ്ട്, വേദനയോടുകൂടെ. കാരണം ആ ഒരു വേദന ഒരു വലിയൊരു വേദനയാണ്. പ്രിയപ്പെട്ടവനായ, കൂടെ നിർത്തിയ, അവനെ ഒരുപാട് സ്നേഹിച്ച സ്വന്തം ഗുരുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ. അവനെ ഇത്രയും ഒരിക്കലും യൂദാസ് വിചാരിച്ചു കാണത്തില്ല കർത്താവായ യേശു ഇത്രത്തോളം ക്രൂശിക്കപ്പെടുമെന്നോ പീഡിപ്പിക്കപ്പെടുമെന്നോ. അവൻ മാറി നിന്ന് ആ കുരിശിന്റെ വഴി അവൻ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അവൻ വേദനയോടെ ചങ്കിടിപ്പോടുകൂടെ പിടയുന്ന ഹൃദയവുമായിട്ടാണ് അവൻ ആ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടിയെത്തുക, ആ ഗുരുവിനെ തിരിച്ചു കിട്ടാൻ. പക്ഷേ അവൻ ആ കുരിശിന്റെ വഴികളിൽ അവൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു കുറ്റബോധമുണ്ടായിരുന്നു. കുറ്റബോധം. ശരിക്കും ഈ കുറ്റബോധമാണ് നമ്മുടെ ജീവിതത്തിന് അപ്പാടെ തകർത്ത് കളയുന്ന ഒരു കാര്യം. കാരണം തെറ്റുകാരനായവൻ കുറ്റബോധത്താൽ നിന്നാൽ അവനെ അറിയാൻ സാധിക്കും. കാരണം അവൻ കണ്ണുകൾ ഉയർത്തി നോക്കില്ല, അവൻ കണ്ണുകൾ താഴ്ത്തി തന്നെ. തെറ്റ് ചെയ്തവൻ്റെ ഒരു ലക്ഷണം അതാ, അവൻ കണ്ണുകൾ താഴ്ത്തിയിരിക്കും. പക്ഷെ ആ കുരിശിന്റെ വഴികളിൽ അവൻ കുറ്റബോധത്തെ മാറ്റി നിർത്തി അവൻ്റെ കണ്ണുകൾ ഉയർത്തിയിരുന്നെങ്കിൽ ആ കുരിശിൽ സ്നേഹത്തോടു കൂടെ ക്ഷമിക്കുന്ന ആ നല്ല കള്ളനെ പോലും പർദീസ വാഗ്ദാനം ചെയ്ത, എല്ലാവരോടും ക്ഷമിക്കുന്ന ആ യേശുവിനെ അവന് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവൻ ആ യേശുവിനെ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അവൻ രക്ഷയുടെ സ്വർഗ കവാടത്തിലേക്ക് പ്രവേശിക്കപ്പെടുമായിരുന്നു, അവൻ രക്ഷിക്കപ്പെടുമായിരുന്നു. എന്നാൽ ബൈബിളിൽ പറയുന്നത് അവൻ നാശത്തിന്റെ സന്തതിയായി പോയതായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. കാരണം കുറ്റബോധത്താൽ അവൻ കണ്ണുകൾ താഴ്ത്തിയത് കൊണ്ട് കുരിശിലെ രക്ഷ അവന് കാണാൻ സാധിച്ചില്ല. അപ്രകാരം അവൻ എന്ത് ചെയ്തു? നേരെ ചെന്ന് ആ ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ, ആ ഗുരുവിനെ ചതിച്ചതിൻ്റെ കുറ്റബോധത്താൽ കയറിൽ തൂങ്ങി ചാകുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പുകാലത്ത് കുറ്റബോധത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ മാറ്റി നിർത്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഓർത്ത് കരഞ്ഞിരിക്കാതെ ആ രക്ഷകനായ യേശുവിനെ കുരിശിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.